ഹലോ എവരി വൺ. നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട്, അതായത് ജൂൺ 18 നടന്ന UGC നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഒരു ന്യൂസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ ജൂൺ 18 നമ്മുടെ പരീക്ഷ നടന്നു. അത് CBTയിൽ നിന്നും OMRലേക്ക് മാറ്റിയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ പരീക്ഷാ പേപ്പർ ചോർന്നു, 5 ലക്ഷം രൂപക്ക് വിറ്റു, ടെലിഗ്രാം ചാനലിൽ കണ്ടു, അങ്ങനെയുള്ള ആരോപണത്തിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ വിങ് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നമ്മുടെ പരീക്ഷ റദ്ദാക്കി. അപ്പൊ റദ്ദാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വലിയ കൺസേൺ ആയിരുന്നു. എന്ത് ചെയ്യും? പലരും നല്ല രീതിയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ പെർഫോം ചെയ്തവർക്കൊക്കെ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് NDAയിൽ നിന്ന് പുതിയ പബ്ലിക് നോട്ടീസ് വന്നത്. UGC നെറ്റ് എക്സാം ആഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 4 വരെ നടത്തും. അതും CBT മോഡിലായിരിക്കും എന്നുള്ളത്. അപ്പൊ നമ്മൾ വീണ്ടും പഠനം തുടങ്ങി. പഠനത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തു ജനറൽ പേപ്പറിന്റെ ഒക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള ഷോർട്ട് ക്ലാസ്സുകൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യാണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് CBIയിൽ നിന്നും പുതിയൊരു ന്യൂസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ന്യൂസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫുൾ ന്യൂസ് നിങ്ങൾക്ക് വായിക്കാം. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ 1-2 സ്റ്റുഡൻസ് മാതൃഭൂമി ന്യൂസിൽ വന്ന ഈ ഒരു കാര്യം അയച്ചു തന്നു. UGC നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല, പ്രചരിച്ച ചോദ്യപേപ്പർ വ്യാജമാണെന്ന് CBI റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ചോദ്യപേപ്പർ പ്രചരിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ആ പ്രചരിച്ച ചോദ്യപേപ്പർ വ്യാജമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യപേപ്പർ ചോർന്നിട്ട് ആ ഒരു സമയത്ത് ഇത് വ്യാജമാണ് എന്ന് തിരിച്ചറിയാതിരുന്നത്? അതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ പറയുന്നത് ഒരു ടെലിഗ്രാം ചാനലിന്റെ ഒരു കളിയാണിത്. കാരണം ടെലിഗ്രാം ചാനലിൽ ഡേറ്റ് മാറിക്കൊടുത്തു. പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന ചോദ്യപേപ്പറിന്റെ സ്ക്രീൻഷോട്ട് മുമ്പേ, പരീക്ഷയ്ക്ക് 2 ആഴ്ച മുമ്പേ അപ്ലോഡ് ചെയ്തതാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തു എന്നുള്ളതൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. അത് എത്രത്തോളം സ്വീകാര്യമാണ് എന്നുള്ളത് അറിയില്ല. ഇപ്പൊ എന്ത് തന്നെയായാലും CBI റിപ്പോർട്ട് പ്രകാരം നമ്മുടെ പരീക്ഷാ പേപ്പർ ചോർന്നിട്ടില്ല. അതായത് ജൂൺ 18 നടന്ന UGC നെറ്റ് എക്സാമിന്റെ പരീക്ഷാ പേപ്പർ ചോർന്നിട്ടില്ല എന്നുള്ളതാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ജൂലൈ 11 ഇന്ത്യൻ എക്സ്പ്രസിലും നമ്മുടെ മാതൃഭൂമി ന്യൂസിൽ അവരുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസിൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ന്യൂസ് വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. അതായത് ആഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 4 വരെ നമ്മുടെ പരീക്ഷാ തീയതി, പുതുക്കിയ പരീക്ഷാ തീയതി UGC പ്രഖ്യാപിച്ചു. എന്നാൽ ആ പരീക്ഷാ തീയതി മാറ്റുമോ ഇല്ലയോ? അതായത് നിലവിൽ നടന്ന പരീക്ഷ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവാത്തത് കൊണ്ട് തന്നെ അത് റീകോൾ ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ നിലവിൽ നടന്ന പരീക്ഷ നിലനിർത്തിക്കൊണ്ട് പുതിയ വന്നിരിക്കുന്ന ഡേറ്റ് ക്യാൻസൽ ചെയ്യുമോ എന്നറിയില്ല. കഴിഞ്ഞ പരീക്ഷ അതേ രൂപത്തിൽ നിലനിർത്തി പുതിയ പരീക്ഷ നടത്തുന്നില്ല. ഈ ഒരു പ്രത്യേക സാഹചര്യം വന്നത്, പുതിയ പരീക്ഷ നടത്തേണ്ട പ്രത്യേക ഒരു സാഹചര്യം ഉണ്ടായത് എന്തിനാണ്? നമ്മുടെ പരീക്ഷാ പേപ്പർ ചോർന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ നിലവിൽ CBIയുടെ കണ്ടെത്തൽ, CBIയുടെ റിപ്പോർട്ട് പ്രകാരം പരീക്ഷാ പേപ്പർ ചോർന്നിട്ടില്ല. അപ്പോ ഈ ഒരു പരീക്ഷ നടത്തേണ്ടത് ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും അതിന്റെ ഒരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ന്യൂസിൽ പറയുന്നത്. ആ ന്യൂസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. നമ്മുടെ ജൂൺ 18 നടന്ന പരീക്ഷ നിലനിർത്തിക്കൊണ്ട് അതിന്റെ റിസൾട്ട് വരുമോ? ഇനി അതല്ല, അത് ഒഴിവാക്കി, ഓൾറെഡി അത് ക്യാൻസൽ ചെയ്തു, അത് ഒഴിവാക്കി പുതിയ പരീക്ഷ നടത്തി അതിന്റെ റിസൾട്ട് വരുമോ എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ആ ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. ഒരു വലിയൊരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഈ പരീക്ഷ എഴുതുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളൊരു പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്തു, അതിനായിട്ട് നമ്മളൊക്കെ കോഴ്സുകൾ നൽകി, കോഴ്സുകൾ എടുത്തു പഠിക്കുന്നവരുണ്ട്, സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നവരുണ്ട്. അപ്പൊ അത്തരത്തിൽ പ്രിപ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ എഴുതിയ പരീക്ഷ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുന്നു. അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1 വീക്കിൽ മേലെ എടുത്തിട്ടുണ്ട്. എന്താവും, എങ്ങനെയാവും? അല്ലെങ്കിൽ നമുക്ക് ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭൂരിഭാഗം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള കൺസേൺ ആണ്. ഇത് എപ്പോഴാണ് ഇതിന്റെ പരീക്ഷ ഉണ്ടാകുക, എപ്പോഴാണ് അഡ്മിറ്റ് കാർഡ് വരിക, എവിടെയാണ് സീറ്റ് ലഭിക്കുക? അത്തരത്തിൽ നമുക്ക് വലിയ കൺസേൺ ഉണ്ടാക്കുന്ന ഒരു പരീക്ഷയാണ്. അതിനിടയിൽ നമ്മുടെ പഠനവും കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പഠനമൊക്കെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിൽ
ഇത്തരമൊരു റിപ്പോർട്ട് വരുന്ന സമയത്ത് ഇതിൽ വീണ്ടും കൺസേൺ ആണ്. കാരണം നമുക്ക് ഈ നിലവിൽ നടത്തിയ പരീക്ഷ റദ്ദാക്കുമോ അല്ലെങ്കിൽ അത് നിലനിർത്തുമോ, പുതിയ പരീക്ഷ ഡേറ്റിൽ പരീക്ഷ നടത്തുമോ, ഇത്തരം ക്ലാരിഫിക്കേഷൻ ഒക്കെ തന്നെ വരേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊന്നും കൺസേൺ ആവേണ്ടതില്ല. നമ്മൾ ഓൾറെഡി പരീക്ഷ എഴുതിയതാണ്. ആ പരീക്ഷ ജൂൺ 18 നടന്ന പരീക്ഷ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനി ആഗസ്റ്റ് 21 വീണ്ടും പരീക്ഷ നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എഴുതാനും തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇനി അതല്ല, ജൂൺ 18 നടന്ന പരീക്ഷ നിലനിർത്തി അതിന്റെ റിസൾട്ട് വരും എന്നുള്ള രീതിയിലാണെങ്കിൽ ഡിസംബറിലെ പരീക്ഷ എഴുതാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുക. അത്രയേ നമുക്ക് പറയാനുള്ളൂ. അപ്പോ നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും UGCയും NDA ഒക്കെ തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാ രീതിയിലും നമ്മളെല്ലാം, ഇപ്പൊ കോച്ചിങ് നടത്തുന്ന സ്ഥാപനങ്ങളെ ആയാലും അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ആയാലും ഒരുപോലെ ബാധിച്ചിരിക്കുന്ന വലിയൊരു കാര്യമാണ് ഈ നടന്നിരിക്കുന്നത്. പരീക്ഷാ പേപ്പർ ചോർന്നു എന്നുള്ളതും പരീക്ഷാ പേപ്പർ അത് ചോർന്നിട്ടില്ല എന്നുള്ളതും ഒക്കെ ബാധിക്കുന്നത് ഇവിടുത്തെ പരീക്ഷ എഴുതുന്ന നമ്മുടെ ഒക്കെ സ്റ്റുഡൻസിനെയാണ്. അപ്പൊ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം പരീക്ഷാ പേപ്പർ ചോർന്നു എന്ന് പറഞ്ഞതിന് ശേഷം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പുതിയൊരു പോർട്ടൽ വന്നു. അതിൽ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പറഞ്ഞു. ഒരുപാട് പേര് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി. OMR പരീക്ഷ മാറ്റി, OMR നിന്നും അത് CBT മാറ്റി. OMR എന്ന് പറയുമ്പോൾ പലർക്കും പരിചയമുള്ള രീതി ആയതുകൊണ്ട് തന്നെ അതിൽ കംഫർട്ട് ആയിരുന്നു. പക്ഷെ CBT മാറ്റിയ സമയത്ത് വീണ്ടും കൺസേൺ ആയി. ഓക്കെ, പരീക്ഷ എഴുതാ എന്നുള്ള രീതിയിലായി. പഠനം കൃത്യമായിട്ട് അതിന്റെ ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയൊരു ന്യൂസ് വന്നു. എന്താ ഇതിന് പറയാന്ന് അറിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട എന്ത് ന്യൂസ് വന്നാലും അപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് വാട്സപ്പിലൂടെ അത് ഷെയർ ചെയ്യാം. ഇപ്പൊ ഒരുപാട് നമ്മുടെ സ്റ്റുഡൻസ് ആണ് മാതൃഭൂമി ന്യൂസിന്റെ ഈ ഒരു കാര്യം ഷെയർ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിരിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള അതിന്റെ ന്യൂസ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ന്യൂസിൽ ആ ഒരു കൺസേൺ പറയുന്നുണ്ട്. പുതിയ ഡേറ്റ് നമുക്ക് ആഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 4 വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പഴയ പരീക്ഷ ജൂൺ 18 നടന്ന പരീക്ഷ നിലനിർത്തുമോ എന്നറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കൃത്യമായിട്ട് വരേണ്ടതുണ്ട്. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. NDA അല്ലെങ്കിൽ UGC അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അതിന്റെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി തരുമെന്ന് വിചാരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നമ്മൾ കൃത്യമായിട്ട് പഠനം മുന്നോട്ടേ കൊണ്ടുപോവുക. ജനറൽ പേപ്പറിന്റെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഷോർട്ട് ഏരിയ ക്ലാസ്സുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. പഠനം കൃത്യമായിട്ട് മുന്നോട്ടേ കൊണ്ടുപോകുക. ഇനി ഡിസംബർ എക്സാമിനേഷൻ ആയാലും അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായാലും ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പരീക്ഷ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം. ഇനി നിലനിർത്തുന്നതാണെങ്കിൽ അതിന്റെ റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.